നമുക്ക് കലണ്ടറിൽ നിന്ന് എന്തായാലും എക്സാമിന് ഒരു ചോദ്യം വരും. അപ്പൊ കലണ്ടറിലെ ചോദ്യം വന്നാൽ എന്റെ കുഞ്ഞു മക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. അതിനുവേണ്ടി ഒരു ചോദ്യം നമുക്ക് എടുക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഒരു മാസത്തെ 2 ഞായറാഴ്ചകളിലെ തീയതികളുടെ തുക 11 അതായത് ഒരു മാസത്തെ ഒരു കലണ്ടറിൽ 2 ഞായറാഴ്ചകളുണ്ട്. ആ 2 ഞായറാഴ്ചകളുടെ ഡേറ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും. അപ്പൊ ആ 2 ഞായറാഴ്ച അങ്ങനെയാണെങ്കിൽ വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദാറ്റ് മന്ത്? 1-ാം തീയതി ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇതാണ് നമ്മളുടെ കലണ്ടർ ഇരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1-ാം തീയതി ഇത് 1-ാം തീയതി ലീഡറാന്ന് വിചാരിക്കാം. നമ്മുടെ ഈ ഒരു ലൈനിന്റെ ലീഡറാണ് ഈ 1 എന്ന് പറയുന്നത്. ഈ 1-ാം തീയതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1 ലീഡറായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടാവും? 8, 15, 22, 29 ഈ ആൾക്കാരെ മാത്രമേ ആരെന്ത് ചെയ്യുള്ളൂ? 1-ാം തീയതി കൂടെ കൂട്ടത്തുള്ളൂ. 1-ാം തീയതി കൂടെ കൂട്ടുന്ന 1-ാം തീയതിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ 8, 15, 22, 29 വേറെ ആരും 1-ാം തീയതി എന്ത് ചെയ്യില്ല? കൂടെ കൂട്ടില്ല. 2-ാം തീയതിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? 9, 16, 23, 30 ഇവരെ അല്ലാണ്ട് 2-ാം തീയതിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒരാളെയും കൂട്ടുകയില്ല, ഒരാളെ ഇറക്കി വിടുകയില്ല. 3-ാം തീയതിയുടെ ഫ്രണ്ട്സ് ഇതാ ഇത്രയും ആൾക്കാരാണ് 3-ാം തീയതിയുടെ ഫ്രണ്ട്സ്. 4-ാം തീയതിയുടെ ഫ്രണ്ട്സ്, 5-ാം തീയതിയുടെ ഫ്രണ്ട്സ്, 6-ാം തീയതിയുടെ ഫ്രണ്ട്സ്, 7-ാം തീയതിയുടെ ഫ്രണ്ട്സ്. ഇവരിങ്ങനെ തന്നെ വരുള്ളൂ. ഇനി ഇത് ചിലപ്പം സൺഡേ ആവാം, ഇത് ചിലപ്പം സൺഡേ ആവാം, ഇത് മൺഡേ ആവാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അത് പ്രശ്നമില്ല. പക്ഷെ ഇവരിങ്ങനെ ഒരുമിച്ചിട്ടേ വരൂ. ഇനി ചോദ്യം നോക്കുക, 2 ഞായറാഴ്ചകളിലെ തുക 11 അപ്പോൾ ഇതിൽ ഏതോ 2 നമ്പറിനെ കൂട്ടുമ്പോൾ 11 കിട്ടും. നിങ്ങൾ നോക്കി, 8 1 കൂട്ടിയാൽ എത്രയാ? 8 + 1 9 11 അല്ല. ഇനി ഇവർ 2 പേരെയും കൂട്ടിയാലോ? 9 + 2 കൂട്ടിയാലോ? 11 അല്ലേ? അതായത് 9 + 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 11 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവർ 2 പേരുമാണ് നമ്മൾ കൂട്ടിയാൽ 11 കിട്ടുന്ന ആൾക്കാർ. അപ്പൊ ഇതാണ് ഞായറാഴ്ച അല്ലേ? 2 ഞായറാഴ്ചകളിലെ തുക എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞായറാഴ്ച, സൺഡേ. അപ്പൊ 2-ാം തീയതി സൺഡേ ആണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ദിവസം എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും, ശനിയാഴ്ച അല്ലേ? സാറ്റർഡേ. അതായത് 1-ാം തീയതി എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്. അപ്പൊ ഈ ഒരു കലണ്ടറിന്റെ ഈ ഒരു പ്രത്യേകത അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.